തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. കോവളം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ നമ്മൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ, കാർ പാർക്കിങ്ങിന് 10 രൂപ, അങ്ങനെയാണ്. പിന്നെ നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പോൾ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വളരെ ലോക പ്രശസ്തി ഉള്ള ഒരു ലൈറ്റ് ഹൗസാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. നമുക്ക് ഇത് ദൂരത്തു നിന്നുള്ള വ്യൂ ആണ്, കോവളം ബീച്ച് വ്യൂ ആണ് ഈ കാണുന്നത്. തുറമുഖവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് കാണുന്നത്. നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് പോകുമ്പോൾ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുന്നത് 1972 ഈ ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ലൈറ്റ് ഹൗസാണ്. അതായത് 118 അടി പൊക്കത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കോവളവും ബീച്ചും തെങ്ങുകളും ഒക്കെ ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പം ഈ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ അതിന് ചുറ്റുമായിട്ട് നല്ലൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് യഥേഷ്ടം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ലൈറ്റ് ഹൗസ് ഉണ്ടോ സിലിണ്ടറിക്കൽ രൂപത്തിലാണ് 118 അടി പൊക്കത്തിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ് ഹൗസിലോട്ട് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലിഫ്റ്റ് വഴിയും പോകാം. ലിഫ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ലിഫ്റ്റ് വഴി ചെന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് ചെറിയ പടികളുണ്ട്. അപ്പോൾ ഇച്ചിരി പ്രായമായവർക്കൊന്നും ഉള്ളോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് പോകുന്ന വഴി കാണാം. ഇതിലേ കയറാൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ലിഫ്റ്റ് വഴി നമുക്ക് മുകളിൽ കയറാം. കുട്ടികൾക്കൊക്കെ സ്റ്റെപ്പ് കയറി പോവാം. അപ്പോൾ എൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നെ 2 മണി മുതൽ 5 മണി വരെയാണ്. അപ്പം പോകുന്ന ആൾക്കാർ ആ ടൈം ക്രമീകരിച്ച് പോയാൽ നമുക്ക് പോകാൻ സാധിക്കും. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണെങ്കിൽ പാടാണ്. ലിഫ്റ്റിൽ 4 പേർക്ക് എൻട്രി ഉള്ളൂ അറ്റ് എ ടൈം. പിന്നെ ലിഫ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തപ്പം ആ ജനലിൽ കൂടെ എടുത്തൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസാണ്. നമുക്ക് വളരെ നയനമനോഹരമായ കാഴ്ചകൾ. അപ്പം നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയ ശേഷം ഈ കാണുന്ന ഈ ചെറിയ സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ മുകളിലോട്ട് ചെല്ലേണ്ടത്. അപ്പം നല്ല പ്രായമായവർക്കൊക്കെ ഇത് സ്റ്റെപ്പൊക്കെ കയറാൻ പാടായിരിക്കും. നമുക്കും പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, സ്റ്റെപ്പ് കയറി പോവാം. ചെന്ന് കഴിഞ്ഞ് കാണുന്ന 118 അടി ഉയരത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു വിഴിഞ്ഞം തുറമുഖ പ്രദേശവും കോവളം ബീച്ചും ഒക്കെയാണ് കാണുന്നത്. എന്ത് മനോഹരമായിട്ടിരിക്കുന്നല്ലേ ആ കാഴ്ച. അതാണ് നമ്മളീ കാണുന്നത്. വളരെ സൂക്ഷ്മമായിട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാം, ബോട്ടൊക്കെ കാണാം. അവിടെ മറൈൻ ബോട്ടുകൾ സഞ്ചരിക്കുന്നതൊക്കെ കാണാം പൊക്കത്തിൽ നിന്നാണെങ്കിൽ കൂടി. ഇത് ലൈറ്റ് ഹൗസിന് ചുറ്റും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഗാർഡനാണ്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡനും ചിൽഡ്രൻസ് പാർക്ക് പിന്നെ സ്നാക്ക് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമുക്ക് ആ ഒരു ബീച്ച് വ്യൂ നല്ല മനോഹരമായിട്ട് കാണുകയും ചെയ്യാം. നമുക്കിവിടെ ഇരുന്ന് ഫോട്ടോ പോയിൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്.
താഴെ ഒരു ഗൊറില്ലയുണ്ട്, ഒരു സീബ്രയുണ്ട്, ഒരു എലിഫൻ്റ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഒരു സ്നാക്ക് ബാറുണ്ട്. അങ്ങോട്ടൊക്കെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കഴിച്ച് ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ അടുത്ത് കോവളം ബീച്ചാണ്. നമുക്ക് അങ്ങോട്ട് ഒരു 1 ഡേ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ കോവളത്തോട്ടും ഈ ഒരു ലൈറ്റ് ഹൗസും കൂടെ ഇനഫാണ്. പാർക്കിലൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാം. സീസോ ഉണ്ട്, പിന്നെ നമുക്ക് ഊഞ്ഞാലുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Mày